ഹൈ ഫ്രണ്ട്സ്, കമോൺ ആംഗ്ലേഴ്സിന്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബൈക്ക് കാസ്റ്റിംഗ് റോഡ് ആൻഡ് റീൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ പലർക്കും അറിയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ ഈ ബൈക്ക് കാസ്റ്റിംഗ് റോഡ് ആൻഡ് റീൽ നമുക്ക് കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ അങ്ങ് കുരുങ്ങുവാണ്, ഭയങ്കര ബാക്ക്ലാഷ്, ഞാനത് ഉപേക്ഷിച്ചു, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു ട്യൂഷൻ ട്രെയിനിങ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ മോബിനാണ് വന്നിരിക്കുന്നത്. മോബിന് ഇത്ര നാൾ ഏതായിരുന്നു റോഡ് റീൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പൈനിയറിന്റെ സ്പിന്നിങ് റോഡ് ആൻഡ് റീലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈക്ക് കാസ്റ്റിലോട്ട്, അല്ലെ? കുറെ നാളുകൊണ്ട് ആഗ്രഹമാണ്. കുറെ നാളത്തെ ആഗ്രഹം. കമോൺ ആംഗ്ലേഴ്സിൽ വന്നു കഴിഞ്ഞപ്പം മോബിൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഒരു വട്ടം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒറ്റ പ്രാവശ്യം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വട്ടം കാസ്റ്റ് ചെയ്തപ്പോ തന്നെ മോബിൻ പറഞ്ഞു, ചേട്ടാ അന്ന് ബാക്ക്ലാഷ് വീണു. പിന്നെ ആ സംഭവം അങ്ങ് ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നും സ്പിന്നിങ് റോഡ് ആൻഡ് റീലിന്റെ കോംബോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മോബിൻ ഇത് സ്പിന്നിങ് റോഡാണ് ഫസ്റ്റിൽ എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും മോബിൻ പറഞ്ഞു, എനിക്ക് ചേട്ടാ ഒരു ബൈക്ക് കാസ്റ്റിലോട്ട് ഒരു എടുക്കണമെന്നല്ലേ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എടുക്ക്, ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ കാണുന്ന സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിന്റെ താഴത്തെ ഒരു സ്പേസ് ആകട്ടോ. ഇവിടാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഞങ്ങൾ തരും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ A to Z കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ബേർഡ് നെസ്റ്റ് ഒരു എന്തോ കറക്റ്റ് പോയതാ ബ്രൈഡ് പോവും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ചെന്നിട്ടേ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സാധനം ഇപ്പൊ പറഞ്ഞു, ഞാൻ ചെന്തുവോ എന്റെ വീട്ടിൽ ഞാൻ ഈ സാധനം അങ്ങനെ കൊണ്ടുവച്ചിരിക്കുവോ, മാറ്റേ വലിയ ഇതുമാതിരി കുരുങ്ങി, ചേട്ടൻ ഇവിടെ വാ. ഞാൻ ലാസ്റ്റിൽ അവിടെ ചെന്നു, കസ്റ്റമറിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ സെറ്റിപ്പിന് എടുത്തിട്ടേ, ഇത് ത്രെഡ് ആയതുകൊണ്ട് അധികം ഇട്ട് പിടിക്കാനും പറ്റത്തില്ല, ഞാനതിങ്ങനെ പെയ്യെ ഉണ്ടല്ലോ അഴിച്ച് എന്റെ പൊന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് എവിടെ വേറെ കാര്യോ, സ്വന്തമായിട്ട് കൊണ്ട് അടിച്ചതുമല്ല, അനിയച്ചാര് കൊണ്ട് അടിച്ച പണി ഒപ്പിച്ച് വെച്ചു, അറിയത്തില്ലായിരുന്നു. സോ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം. ഇത് ഗിയർ ആട്ടോ. ഇത് നമ്മളിപ്പം മാക്സിമത്തേലാണ് ഉണ്ട്. ഇത് 0 തൊട്ട് 10 വരെ ഉണ്ട്. നമ്മളിപ്പം മാക്സിമത്തേല് 10ലാണ് ഇടുന്നത്. 10 ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്ലാഷ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ റൊട്ടേഷന്റെ പവർ കുറയും. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമുക്ക് മാക്സിമത്തേൽ ഇട്ടിട്ടാണ് ആദ്യം എല്ലാം കാസ്റ്റ് ചെയ്യേണ്ടത്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. മാക്സിമത്തേൽ ഇട്ടിട്ട് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ. അതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഫസ്റ്റ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ, അവർക്ക് അധികം ദൂരം പോയില്ലെങ്കിലും ബാക്ക് ക്ലാഷ് വീഴാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മനസ്സിലായി? മറ്റേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെയ്യെ ഇത് കുറച്ച് കൊണ്ടുവരാം. ഇതിപ്പോ മാക്സിമത്തെ 10 ഇട്ടു, പിന്നെ ഒരു 9 ഇട്ട് കാസ്റ്റ് ചെയ്യാം, കൈ തെളിഞ്ഞു കഴിഞ്ഞിട്ട്, പിന്നെ ഒരു 8. അങ്ങനെ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് അതായത് എന്താണോ നമ്മുടെ ബൈറ്റ് അതിന്റെ വെയിറ്റിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ലൂർ കാസ്റ്റ് ചെയ്യും. അത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടെൻഷൻ നോബ് നമ്മൾ കാസ്റ്റ് ചെയ്ത്, അതായത് ഇവിടെ ഇങ്ങനെ തമ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അനക്കണം. കണ്ടോ? അനക്കി കഴിയുമ്പോൾ അനക്കുമ്പോൾ മാത്രം താഴോട്ട് വരുന്ന രീതിയിലായിരിക്കണം ടെൻഷൻ നോബ് സെറ്റ് ചെയ്യേണ്ടത്. ഓവറായിട്ട് നമ്മൾ താഴോട്ട് പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്ലാഷ് വീഴും, അത് ഉറപ്പാണ്. മനസ്സിലായി? അപ്പം അതുകൂടെ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതിന്റെ ഡ്രാഗ് ആണ് കേട്ടോ. കണ്ടില്ലേ ഈ ഡ്രാഗ് ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഫുൾ ടൈറ്റാ. ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലേ, കണ്ടില്ലേ, ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല കേട്ടോ, സ്പൂൾ അനങ്ങത്തില്ല. അതേസമയം നമ്മൾ ഡ്രാഗ് ലൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം കണ്ടോ, ഡ്രാഗ് ലൂസ് ആവും. ഡ്രാഗ് ലൂസ് ചെയ്ത് നമ്മുടെ സ്പിന്നിങ് റീലിന്റെ കൂട്ട് തന്നെ, ബട്ട് സ്പിന്നിങ്ങിലെ മേളിലാണ്, സ്പൂളിലാണ് നമുക്ക് ഡ്രാഗ് വരുന്നത്. ഇതിന്റെ ഡ്രാഗ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് കണ്ടോ. മെയിൻലി ഇതിന്റെ ഡ്രാഗ് ഉണ്ട്. ഇതിന്റെ ഡ്രാഗ് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ, കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡ്രാഗ് ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് അങ്ങനെ കാസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. മെയിൻലി ഇത് കാസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ തമ്പാറുണ്ട് കണ്ടോ, ഇത് നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലി എടുക്കുന്നു, ബാക്കിലോട്ട് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യണം. കണ്ടോ, ബൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ബൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്ന സ്പോട്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തമ്പാറ് ഹോൾഡ് ചെയ്യും. മനസ്സിലായോ? ആ സ്പോട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. കണ്ടോ, കറക്റ്റ് ആയിട്ട്. അതായത്
ആ ടൈം നമ്മൾ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് കയറി കുരുങ്ങും. അതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. അതായത് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാതെ നമ്മൾ ഇത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ബാക്ക്ലാഷ് അടിച്ചു. മനസ്സിലായി? ഇത് ഇതുണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് വീഴ്ച കൊണ്ടാണ് നമുക്ക് ബാക്ക്ലാഷ് വന്നത്. കണ്ടോ, തമ്പാർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തമ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഹോൾഡ് ചെയ്യാൻ താമസിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ചെറിയ ബാക്ക്ലാഷ്. ആ ബാക്ക്ലാഷ് വീഴുമ്പം നിങ്ങൾ ഈ നൂല് കംപ്ലീറ്റ് എടുക്കണം. കണ്ടില്ലേ, എവിടെ വരെ ഉണ്ടോ ബാക്ക്ലാഷ് അവിടെ വരെ, കേട്ടോ, എവിടെ വരെ ബാക്ക്ലാഷ് ഉണ്ടോ അത് ഫുള്ളായിട്ട് എടുക്കണം. ഇപ്പൊ ക്ലിയർ ആയി കണ്ടോ, ഇപ്പം നമ്മുടെ സ്പൂള് ക്ലിയർ ആയി. എന്നിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവൻ ടൈറ്റ് ചെയ്ത് പോലെ ടൈറ്റ് ചെയ്തിട്ട് മാത്രം റിട്രീവ് ചെയ്തിട്ട് ബ്രൈഡ് റിവേഴ്സ് ചെയ്യുക, കേട്ടോ. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിത് തമ്പാർ ചെയ്യുന്നു. തമ്പാർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തു. കണ്ടോ, ഇപ്പം നോക്കണം, അത് കറക്റ്റ് ലാൻഡിങ് ആയിരുന്നു. ഈ സ്പോട്ടിൽ ബാക്ക്ലാഷ് വീണ്ടില്ല. നോക്കിയേ, കണ്ടോ, ഇതാണ് ഇതിന്റെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ ബ്രോ, അതായത് ഈ സ്പോട്ടിൽ ഇപ്പം ബാക്ക്ലാഷ് വീണ്ടില്ല. ഇത് പക്കയായിട്ട് നിൽക്കുക, കറക്റ്റ് ആയിട്ട് നിൽക്കുവാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരു തുള്ളി പോലും ബാക്ക്ലാഷ് വീണില്ല. അതായത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലാണ് നമ്മൾ കൊണ്ട് ലാൻഡ് ചെയ്തത്. മനസ്സിലായി? ആ ലാൻഡിങ് ടൈമിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഇത് ഫുള്ള് ബാക്ക്ലാഷ്. മനസ്സിലായി? ഇപ്പൊ ഐഡിയ കിട്ടിയോ, ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടിയോ, നോളജ് ആയി. അതായത് എങ്ങനെയാണ് ബാക്ക്ലാഷ് വീഴാതെ കാസ്റ്റ് ചെയ്യണമെന്നുള്ളത് നോളജ് കിട്ടി. എപ്പോഴും ശ്രദ്ധിച്ചോണം, റിട്രീവ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൈ ഇങ്ങനെ ആയിരിക്കും, ഒരു 45 ഡിഗ്രി ഈ ഒരു ആംഗിൾ. എന്താ അറിയോ, അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ബൈറ്റിൽ ആക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ കണ്ടോ, നമ്മൾ ഈ ഒരു ആക്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ആക്ഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്താൽ, ഇപ്പൊ നമ്മൾ മേളി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആക്ഷൻ ആ ബൈറ്റിൽ ചെല്ലത്തില്ല. ഇതാവുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ബൈറ്റിൽ നമുക്ക് ആക്ഷൻ കൊടുക്കും. കറക്റ്റ് ആ ഒരു പാരലായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ബൈറ്റിൽ ആക്ഷൻ കൊടുത്ത് നമുക്ക് വലിക്കാൻ പറ്റും. പറഞ്ഞു സുഹൃത്തുക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുവാണ്, നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്താലും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരിക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നിങ്ങൾ പറയുക. ഈവൻ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇതിപ്പോ ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെയിൻലി ഇതിന്റെ ബേസിക് നോളേജ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്പിന്നിംഗ് റീലും ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല. രണ്ടും രണ്ട് വേ ആണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. ബൈക്ക് കാസ്റ്റിംഗ് റോഡ് ആൻഡ് റീൽ ഭയങ്കരമായിട്ടും ഡിഫറെന്റ് ആണ്. പിന്നെ ഈ പറയുന്ന കൊണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാവുന്നേ ഉള്ളൂ. ചിലർ പറയും ബൈക്ക് കാസ്റ്റിംഗ് ഭയങ്കര പാടാണ്, അങ്ങനല്ല വിചാരിച്ചോണ്ടിരുന്നത്. ബൈക്ക് കാസ്റ്റിംഗ് ഭയങ്കര പാടാണെന്ന് വിചാരിക്കും, പക്ഷെ അത്രയ്ക്ക് പാടൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർ നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമോ, അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സിക്യൂഷൻ ചെയ്താൽ നിങ്ങൾക്ക് ട്യൂഷൻ പോലെ ഞങ്ങൾ എടുത്തുതരും. നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ ചൂണ്ടയിടാൻ അറിയാത്തവർക്ക് ഇതേപോലെ ക്ലാസ് കൊടുത്തിട്ട് കാസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിടാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, കേട്ടോ. അതായത് നമ്മൾ ഇത് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് എല്ലാം ഓക്കെ ആണെന്നോ, ബാക്ക് സൈഡിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അതായത് ആരെങ്കിലും നിപ്പുണ്ടോ, അവർക്ക് പണി കിട്ടും. പിന്നെ ചെറിയ ഇലയെ പോലും തട്ടിക്കഴിഞ്ഞാൽ ഇത് ബാക്ക്ലാഷ് അടിക്കും. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ ബാക്ക്ലാഷ് അടിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചെറിയ ഈ മുളയൊക്കെ ചാഞ്ഞിരിക്കും, അതിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ചുമ്മാ ടച്ച് ആയാൽ മതി, അപ്പൊ ബാക്ക്ലാഷ് അടിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. പലർക്കും ആ ഒരു കാര്യം കൂടെ അറിയാത്തതുണ്ട്. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ബാക്ക് ക്ലിയർ ആക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് കാസ്റ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു ചെറിയൊരു ക്ലാഷ് വന്നു, കണ്ടില്ലേ, ഒരു ചെറിയ ക്ലാഷ്. അത് നമ്മളിപ്പോ ഇങ്ങനെ തിരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു കൂട്ടിയത് ആ ക്ലാഷ് അതെ, ഇന്ന് ലേറ്റ് ആയിട്ട് തമ്പ് കൊടുത്തോണ്ട് കേട്ടോ. ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യണേ, അത്ര എന്താക്കണ്ട, കുറച്ചുകൂടെ കേട്ടിട്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാം, ഇത് കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചോണം, കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എറിയുന്ന വെല്ലോടത്തോട്ടും ഒക്കെ പോകും. നമ്മൾ അങ്ങോട്ട് എറിയണമെന്ന് വിചാരിച്ചാൽ തെക്കോട്ടും വടക്കോട്ടും മാറി മാറി അതെപ്പോഴും ശ്രദ്ധിച്ചോ. ഗൈഡുകൾ എപ്പോഴും ക്ലിയർ. യെസ്, അടിപൊളി. ഇത് പെർഫെക്റ്റ് ആയിട്ടാണ്, നിങ്ങൾ നോക്കിക്കോ, ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തുള്ളി പോലും ബാക്ക്ലാഷ് അടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട്. ആദ്യമായിട്ട് നമ്മൾ എത്ര നേരമായി കാണും നമ്മളിപ്പോ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കൊണ്ട്
ഒരു സ്പിന്നിങ് റോഡ് ആൻഡ് റീൽ ഉപയോഗിക്കുന്ന ആളിനെ ഞാൻ ബൈക്ക് കാസ്റ്റിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം. അപ്പൊ ഒരു വട്ടം കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മുത്തേട്ടന്റെ അടുത്ത് വന്നുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ ബ്ലാക്ക് ക്ലാഷ് ഇല്ലാതെ എങ്ങനെ എവിടെ എത്തിക്കാവുന്നും പഠിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാം. ഇത് ഭയങ്കര രസമാണ്. ബൈക്ക് കാസ്റ്റിംഗ് ചെയ്യാനൊക്കെ സ്കിപ്പ് ചെയ്ത് കാട്ടിന്റെ അടിയിൽ അടിച്ചു കയറ്റാം. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാസ്റ്റിംഗ് നമുക്ക് ഈ ബൈക്ക് കാസ്റ്റിംഗ് റോഡ് ആൻഡ് റീലിൽ വെച്ച് പറ്റും. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.